കൃപാസനം പത്രം മെയ് 2026 പാർട്ട് 8. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നുള്ള സെൽസിലാവോസിന്റെ സാക്ഷ്യം. ചോർന്നൊലിക്കുന്ന വീട് മാതാവിന് കൊടുത്തു. നീല വെളിച്ചമുള്ള വീട്ടിലേക്ക് മാതാവ് നയിച്ചു. എൻ്റെ മകൾ OET പഠിക്കുന്ന സമയത്ത് 3 പ്രാവശ്യം എഴുതിയിട്ടും കിട്ടിയില്ല. 4ാമത്തെ പ്രാവശ്യം എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം മകളുടെ നെറ്റിയിൽ പുരട്ടി എക്സാമിന് പോകുകയും പാസ്സാവുകയും ചെയ്തു. അതിനുശേഷം അയർലൻഡ് പ്രോസസ്സിംഗ് തടസ്സപ്പെട്ടപ്പോൾ ഞാൻ മകളുമായി കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മകൾക്ക് അയർലൻഡിൽ പോകുന്നതിന് സാധിച്ചു. കൂടാതെ ഞങ്ങൾക്ക് 50 വർഷമായി ചോർന്നൊലിക്കുന്ന ഒരു വീടാണ് ഉണ്ടായിരുന്നത്. മഴ പെയ്യുമ്പോൾ വീടിനകത്ത് പാത്രങ്ങൾ പെറുക്കി വെച്ച് വെള്ളം പിടിക്കുമായിരുന്നു. ഞങ്ങൾ ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഉടമ്പടി പുതുക്കി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. പല വീടുകളും പോയി കണ്ടു. അവസാനം ഒരു വീട് കണ്ടു. ആ വീട്ടിൽ ഞാൻ മാതാവിൻ്റെ കാശുരൂപം സ്ഥാപിക്കുകയും അതിൻ്റെ ഒരു റൂമിൽ മാതാവിൻ്റെ രൂപമൊക്കെ പ്രതിഷ്ഠിക്കാനുള്ള സ്ഥലത്ത് നീല വെളിച്ചം കാണുകയും ചെയ്തു. ആ വീട് തന്നെ വാങ്ങിക്കാൻ ഞങ്ങളെ പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. പത്തനംതിട്ട കോഴഞ്ചേരിയിൽ നിന്നുള്ള മേഴ്സി ജിനുവിൻ്റെ സാക്ഷ്യം. ഉടമ്പടി എടുത്തപ്പോൾ മാതാവ് ഇടപെട്ട് ഒരു പുതിയ പോസ്റ്റ് ഉണ്ടാക്കിയാണ് വിദേശത്ത് ഭർത്താവിന് ജോലി കിട്ടിയത്. എനിക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഹൗസിംഗ് ലോൺ എടുത്ത് ഭവനം പണിതതിൻ്റെ കടബാധ്യതയുണ്ടായിരുന്നു. എൻ്റെ അമ്മ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ പരിശുദ്ധ അമ്മ നിൻ്റെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുമെന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവ് ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ സമരമായി ലേ ഓഫ് ചെയ്തു. ഭർത്താവിൻ്റെ ജോലി നഷ്ടമായി. അങ്ങനെ ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാതായി. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഭർത്താവ് പറഞ്ഞതനുസരിച്ച് ഞാൻ ടാൻസാനിയയിലുള്ള എൻ്റെ സഹോദരനെ വിളിച്ച് എൻ്റെ ബുദ്ധിമുട്ടുകൾ പറയുകയും ഭർത്താവിന് അവിടെ ഒരു ജോലി ശരിയാക്കണമെന്ന് പറയുകയും ചെയ്തു. ഞാൻ ഉടമ്പടി പുതുക്കി മാതാവിനോട് കരഞ്ഞപേക്ഷിച്ചു. അതിൻ്റെ ഫലമായി സഹോദരൻ്റെ കമ്പനിയിൽ സൂപ്പർവൈസർ എന്ന ഒരു പോസ്റ്റ് ഇല്ലാഞ്ഞിട്ടും ആ പോസ്റ്റ് ഉണ്ടാക്കി ഭർത്താവിന് അവിടെ ജോലി കൊടുത്തു. ചേർത്തല മുട്ടത്തു നിന്നുള്ള സുബിമോളുടെ സാക്ഷ്യം. ഉടമ്പടി സമയ ചുരുക്കത്തിൽ പ്രൊബേഷൻ ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞു. എനിക്ക് 2022 ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണറായി പ്രൊമോഷൻ ലഭിക്കുന്നത്. 6 മാസത്തിനുള്ളിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ 5 വിജിലൻസ് എൻക്വയറി ഉള്ളതുകൊണ്ട് എനിക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ തടസ്സം നേരിട്ടു. അതായത് വിജിലൻസ് ഓഫീസിൽ പരിശോധിക്കാൻ വരുമ്പോൾ നമ്മുടെ രജിസ്റ്റർ ക്ലിയർ അല്ലെങ്കിൽ സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് മുൻപുള്ളവർ ചെയ്തിട്ടില്ലെങ്കിലും വിജിലൻസ് എൻക്വയറി ഉണ്ടാകും. അതിനാൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ താമസം വന്നു. ഞാൻ പരിശുദ്ധ അമ്മയോട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി അടുത്ത പുതുക്കലിന് മുമ്പ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി എനിക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് കിട്ടി. കോട്ടയം കാഞ്ഞിരത്താനത്ത് നിന്നുള്ള ജിസ്മോളുടെ സാക്ഷ്യം. ആർക്കും ജോലി കിട്ടാതിരുന്ന നാളുകളിൽ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് 2 ദിവസത്തിനുള്ളിൽ സംഭവിച്ചത്. ഞങ്ങൾ 10 വർഷമായി ഫാമിലിയായി മസ്കറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു. അവിടെ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്ന ശേഷം ന്യൂസിലൻഡിലേക്ക് പോയി. അവിടെ ചെന്ന് 2 മാസത്തെ ക്യാബ് കോഴ്സ് കഴിഞ്ഞ ശേഷം ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടി. ആ സമയം അവിടെ നഴ്സുമാർക്ക് ജോലി കിട്ടാൻ പ്രയാസമായിരുന്നു. എല്ലാവരും രജിസ്ട്രേഷൻ എടുത്ത ശേഷം തിരിച്ചു പോരുന്ന സമയമായിരുന്നു. എൻ്റെ കൂടെയുള്ള ഉടമ്പടി എടുത്തിരുന്ന ചേച്ചി ഞങ്ങളെയും കൂടെ വിളിച്ചിരുത്തി അവരുടെ കൂടെ പ്രാർത്ഥിപ്പിക്കുകയും ഉടമ്പടി തൈലം പുരട്ടിത്തരികയും ചെയ്യുമായിരുന്നു. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ചെയ്ത് പ്രാർത്ഥിച്ചു. ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇൻ്റർവ്യൂ ലെറ്റർ മെയിൽ വന്നു. ഇൻ്റർവ്യൂ പാസ്സായി ഓസ്ട്രേലിയയിൽ പോകാനും സാധിച്ചു. പിന്നെ ഞങ്ങൾ നാട്ടിൽ വന്ന് ഉടമ്പടി എടുത്തു. കൊല്ലം പെരുമ്പടത്തു നിന്നുള്ള ലിറ്റിയുടെ സാക്ഷ്യം. കൂട്ടുകാരുടെ കയ്യിലിരുന്ന കൃപാസനം പത്രമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഉടമ്പടി എന്നെയും പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി ഉയർത്തി. ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരുടെ കയ്യിലിരുന്ന കൃപാസനം പത്രത്തിലൂടെയാണ് കൃപാസനത്തെയും ഉടമ്പടിയെയും കുറിച്ചറിയുന്നത്. നഴ്സിംഗ് കഴിഞ്ഞ് ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയി. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് എക്സാം പാസ്സാകുന്നതിന് വേണ്ടി നിയോഗം വെച്ചു. ബാംഗ്ലൂരിൽ എക്സാമിന് പോകുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എക്സാം പാസ്സായി. ഇൻ്റർവ്യൂ പാസ്സായി. അതിനുശേഷം പ്രോസസ്സിങ്ങിന് ഒരുപാട് താമസം വന്നു. ഞാൻ പരിശുദ്ധ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് ജർമ്മനിയിൽ പോകാൻ സാധിച്ചു. എഴുപുന്നയിൽ നിന്നുള്ള നിസി ഷൈജുവിൻ്റെ സാക്ഷ്യം. ഉടമ്പടി നിന്റെ ഉണങ്ങിയ വടിയെ തളിർപ്പിക്കുന്ന പ്രാർത്ഥന. എൻ്റെ ഉടമ്പടി അനുഭവം ഇതാണ്.
ഞങ്ങൾ കട്ടപ്പനയിലായിരുന്നു താമസം. എൻ്റെ മകന് കാലാവസ്ഥ പിടിക്കാതെ എപ്പോഴും ഹോസ്പിറ്റലിലായിരുന്നു. അതിനാൽ മകനുമായി എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയായിരുന്നു. നാട്ടിൽ ഒരു വീട് വേണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് നോക്കിയെങ്കിലും വീട് ശരിയായില്ല. പിന്നെ ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ ലോൺ എടുത്ത് 5 സെന്റ് സ്ഥലവും വീടും കൂടി വാങ്ങി. 6 വർഷത്തോളം ലോൺ മുടങ്ങാതെ അടച്ചുവെങ്കിലും കടം തീർന്നില്ല. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് കടം പെട്ടെന്ന് തീർക്കാൻ സാധിച്ചാൽ സാക്ഷ്യം പറയാമെന്ന് നേർന്നു. അതിനുശേഷം സ്വർണത്തിന് വില കൂടുകയും സ്വർണം വിറ്റ് കടം വീട്ടാനും സാധിച്ചു. കൂടാതെ 2023 ഞാൻ TTC പാസ്സായതാണ്. PSC ലിസ്റ്റിൽ ഉണ്ടായിരുന്നുവെങ്കിലും ജോലി ഒന്നും ശരിയായില്ല. 20 വർഷത്തെ ഗ്യാപ്പ് ഉള്ളതിനാൽ ജോലി ആരും തരുന്നില്ലായിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കേട്ടറ്റ് പാസ്സാകുന്നതിനും താമസിയാതെ അടുത്തുള്ള സ്കൂളിൽ നല്ലൊരു ജോലിയും ലഭിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. ചിറക്കലിൽ നിന്നുള്ള റാണി രാജുവിന്റെ സാക്ഷ്യം. ഭർത്താവിന്റെ ജീവൻ യാചിക്കാനാണ് വന്നത്. കൃപാസനത്തിലെത്തി മാതാവിനെ നോക്കി വിഷയം പറഞ്ഞപ്പോൾ വെന്റിലേറ്ററിൽ സംഭവിച്ച അത്യത്ഭുതം. എൻ്റെ ഭർത്താവിന് നെഞ്ചുവേദനയും ശ്വാസം മുട്ടലും മൂലം ഡോക്ടറെ കണ്ട് ആൻജിയോഗ്രാം ചെയ്തപ്പോൾ 90% ബ്ലോക്ക് ഉണ്ടെന്നും ബൈപ്പാസ് സർജറി വേണമെന്നും പറഞ്ഞു. ഭർത്താവിൻ്റെ താല്പര്യപ്രകാരം ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്ത് ഹാർട്ട് അറ്റാക്ക് വന്ന് സീരിയസ് ആയി വെന്റിലേറ്ററിലേക്ക് മാറ്റി. അരമണിക്കൂർ കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞത് ആൾക്ക് വളരെ സീരിയസ് ആണ്. ഹാർട്ടിന്റെ പമ്പിങ്ങും BP ഒക്കെ വളരെ കുറഞ്ഞു പോയി. 99% ആൾ മരിച്ചതുപോലെയാണ്. ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. രോഗിയെ കാണണമെങ്കിൽ കയറി കണ്ടോളാനും പറഞ്ഞു. ഞാൻ കയറി നോക്കിയപ്പോൾ ഭർത്താവിന്റെ കണ്ണിൽ പഞ്ഞുകൊണ്ട് മൂടിയിരുന്നു. വാ തുറന്ന് പല്ല് പൊങ്ങി മരവിച്ചതുപോലെ കിടക്കുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന മാതാവിനോട് എൻ്റെ ഭർത്താവിന്റെ ജീവൻ യാചിക്കാനാണ് വന്നതെന്ന് പറഞ്ഞ് കരഞ്ഞു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. 20 മിനിറ്റ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഭർത്താവ് കണ്ണു തുറന്നെന്നും BP ഒക്കെ നോർമലായെന്നും ഹാർട്ടിന്റെ പമ്പിങ് നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നും പറഞ്ഞു വിളിച്ചു. ഭർത്താവിന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. കൊല്ലത്ത് നിന്നുള്ള ബിൻസിയുടെ സാക്ഷ്യം. കൃപാസനത്തിൽ വന്ന മാതാവിനെ വീട്ടിൽ വിളിച്ചുകൊണ്ടുപോയാൽ അനുഗ്രഹം ഉറപ്പ്. എൻ്റെ പപ്പയുടെ കുടുംബ ഓഹരിയോട് ചേർന്ന് ഞങ്ങളുടെ സ്ഥലവും കിടപ്പുണ്ടായിരുന്നു. പ്രമാണം എഴുതിയപ്പോൾ ഞങ്ങളറിയാതെ ഞങ്ങളുടെ സ്ഥലവും കൂടി അവർ ചേർത്തെഴുതി. ഞങ്ങളുടെ സ്ഥലം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ കേസ് കൊടുത്തിട്ടും ഫലമില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന മാതാവിനോട് 15 ദിവസത്തിനകം സ്ഥലം തിരികെ കിട്ടണമെന്ന് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. പറഞ്ഞ സമയത്ത് തന്നെ ഞങ്ങളുടെ ചിറ്റപ്പൻ ഞങ്ങൾക്ക് സ്ഥലം തിരികെ എഴുതി തരാമെന്നും അതിന് എന്ത് ചെലവ് വന്നാലും അവർ ചെയ്തു തരാമെന്നും പറഞ്ഞ് തിരികെ എഴുതി തന്നു. പിന്നെ ആ സ്ഥലം വിൽക്കാൻ നോക്കിയിട്ട് കുടുംബ ഓഹരിയോട് ചേർന്ന് കിടക്കുന്നതിനാലും വഴിയില്ലാത്തതിനാലും കുടുംബക്കാർ സമ്മതിക്കുന്നില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് മാതാവ് കൂടെ വന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് തിരികെ പോയി. അതിനുശേഷം കുടുംബക്കാരെല്ലാം സ്ഥലം വിൽക്കുന്നതിന് ആർക്കും തടസ്സമില്ല എന്ന് പറയുകയും വസ്തു വിൽക്കാനും സാധിച്ചു. പിന്നെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. വയനാട്ടിൽ നിന്നുള്ള സുമതിയുടെ സാക്ഷ്യം. ഉടമ്പടി എടുത്തപ്പോൾ എഴുതിയ എല്ലാ നിയോഗങ്ങളും നിവൃത്തിയായി. ഞാൻ 2022 ഉടമ്പടി എടുത്ത ശേഷം നിയോഗം വെച്ച 6 നിയോഗങ്ങളിൽ 5 നിയോഗവും രണ്ടാമത്തെ പുതുക്കലിന് ശേഷം സാധിച്ചു കിട്ടി. കൂടാതെ എനിക്ക് 8 വർഷമായി മക്കളില്ലായിരുന്നു. 3ാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ മാതാവിനോട് അടുത്ത മാർച്ചിൽ വരുമ്പോൾ എനിക്കൊരു കുഞ്ഞിനെ തരണമെന്ന് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 2 മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ട്വിൻസ് ആണെന്നറിഞ്ഞു. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. കൂടാതെ ഒരു വാഹനം എടുക്കണമെന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പുതിയൊരു വണ്ടി എടുക്കാനും സാധിച്ചു.